പാലക്കാട് പ്ലാച്ചിമടയിലുള്ള മിന്നുവിന്റെ ജീവിതം കാണേണ്ട കാഴ്ചയാണ്. മിന്നു എന്നാൽ ഒരു പട്ടിയാണ്. 3.5 വയസ്സുള്ള ഇവൾ യജമാനൻ പറയുന്ന എന്തും അനുസരിക്കും. വേലായുധൻ എന്ന ചെത്തുതൊഴിലാളിയുടെ പട്ടിയായ മിന്നുവിന്റെ ജീവിതത്തിലേക്കാണ് കലൈഡോസ്കോപ്പ് പോകുന്നത്. മിന്നു രാവിലെ പാല് വാങ്ങാൻ കടയിൽ പോവും, സാധനം വാങ്ങാൻ കടയിൽ പോവും, അത് കഴിഞ്ഞ് വന്നിട്ട് പ്രാർത്ഥിക്കും, വെള്ളം കോരി വെക്കും എന്ന് വേണ്ട. മിന്നുവിന്റെ അഭ്യാസങ്ങൾ വളരെ വലുതാണ്. ആ അനുസരണയുള്ള പട്ടിക്കുട്ടിയുടെ കാഴ്ചയാണ് കലൈഡോസ്കോപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പാലക്കാട് പ്ലാച്ചിമട കനിമാരി എന്ന ഗ്രാമത്തിൽ ചെത്തുതൊഴിലാളിയായ വേലായുധന്റെ 3.5 വയസ്സുള്ള വളർത്തുപട്ടിയാണ് മിന്നു. മിന്നുവിന്റെ ഒരു ദിവസം തുടങ്ങുകയാണ്. പാല് വാങ്ങിച്ചു മിന്നു. രാവിലെ എഴുന്നേറ്റാലുടൻ മിന്നു പാല് വാങ്ങാൻ പോകും. വീട്ടിലെത്തി പാലു നൽകിയ ശേഷം കഴുകാനുള്ള പാത്രങ്ങൾ കിണറ്റിൻകരയിൽ കൊണ്ടിടും. എന്നിട്ട് കുറച്ച് വിശ്രമം. If he can join this coalition, it could mean the difference between thriving and TV കണ്ടിരിക്കുമ്പോൾ വേലായുധനെത്തും. രണ്ടുപേരും കൂടി കഥയും പറഞ്ഞ് കുളക്കടവിലേക്ക് ഒറ്റപ്പോക്കാണ്. പോകുന്ന വഴി ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെ കണ്ടാൽ മിന്നു ഒരു കൊച്ചു സച്ചിനായി മാറും. കുട്ടികൾക്കൊപ്പം ഒരു 20-20 മാച്ച്. മനോഹരമായി ക്യാച്ച് എടുത്ത് കുട്ടികളോട് യാത്ര പറഞ്ഞ് കുളക്കടവിലേക്ക്. നീന്തിത്തുടിച്ച് വിശാലമായി കുളി. വീട്ടിലെത്തുമ്പോൾ രാവിലെ കഴിക്കാനുള്ള പാൽ റെഡി. ഫുഡ് തട്ടിയ ശേഷം പ്ലേറ്റ് എടുത്ത് കൂട്ടിൽ വെച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റും പൈസയുമായി കനിമാരി ജംഗ്ഷനിലെ കടയിലേക്ക് അടുത്ത ഡ്യൂട്ടിക്ക് പോകും. കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങി കുണുങ്ങി മിന്നു വീട്ടിലെത്തും. ഇതിനുശേഷം യജമാനൊപ്പം. ഇടയ്ക്ക് മൊബൈൽ ഫോൺ ബെല്ലടിച്ചാൽ അപ്പോഴും മിന്നു റെഡി.
ഇനിയൊരു കാര്യം, 3.5 വയസ്സുകാരി മിന്നുവിന് ഏത് ജോലിയും 2 തവണ പറഞ്ഞുകൊടുത്താൽ അവൾക്കാവുന്ന പോലെ ചെയ്യുമെന്ന് വേലായുധം പറയുന്നു. അപ്പൊ മിന്നുവിനെ ഒരു 35 ദിവസം പ്രായമുള്ളപ്പോഴായിരുന്നു ഞാൻ മിന്നുവിനെ വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ ഒരു പട്ടിയെ പോലെയല്ല, ഒരു മോളെ പോലെ സ്നേഹിച്ചിട്ടാണ് പിന്നെ ഇതിനെ വളർത്താൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ പറയുന്നതൊക്കെ പറഞ്ഞ് അനുസരിക്കാൻ തുടങ്ങി. പിന്നെ കടയ്ക്ക് പോവുക, പിന്നെ വീട്ടിൽ സെല്ലൊക്കെ അടിച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് തരിക, പാല് വാങ്ങിക്കാൻ പോവുക, ഒരു മനുഷ്യനെ പോലെ തന്നെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോൾ മോളെയും മിന്നുവിനെയും വേറെ വേറെ ആയിട്ട് കാണുന്നില്ല, ഒരുപോലെയാണ് രണ്ടുപേരെയും കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നടന്ന പെറ്റ് മിന്നുവിനായിരുന്നു ചാമ്പ്യൻഷിപ്പും ഫസ്റ്റും ഒക്കെ കിട്ടിയത്. ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫസ്റ്റ് മിന്നുവിന് തന്നെയായിരുന്നു. തെങ്ങ് ചെത്താനായി വേലായുധൻ ഇറങ്ങിയാൽ ഒപ്പം മിന്നുവും എത്തും. ബൈക്കിന് പിന്നിൽ സുഖസവാരി. വഴിക്ക് നിർത്തി കടയിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങാൻ പറഞ്ഞാൽ മിന്നു ഒന്നും മടിക്കും. സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന പോലെ ഒരു നോട്ടം യജമാനന് നൽകി സിഗരറ്റും വാങ്ങി രണ്ടുപേരും തെങ്ങുംതോപ്പിലേക്ക്. ഇനി മിന്നുവിന്റെ യജമാനൻ വേലായുധനും അത്ര മോശക്കാരനല്ലെന്ന് മനസ്സിലാക്കുക. ഒരു തെങ്ങിൽ കയറി ചെത്തിയാൽ അടുത്ത തെങ്ങിലേക്ക് കയർവഴി സർക്കസ് അഭ്യാസിയെ പോലെ പോകും. ഇങ്ങനെ 25 തെങ്ങുകൾ ഒരു ദിവസം ചെത്തും. ചെത്തിയിറക്കുന്ന കള്ളുകുടം മിന്നു ഷെഡിലെത്തിക്കും. പകലന്തിയോളം പണിയെടുത്ത ഇരുവരും വീട്ടിലെത്തിയാൽ വീട്ടിലെ കുട്ടിക്കൊപ്പം ഈശ്വരനാമം ജപിച്ച് ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ലൈറ്റ് ഓഫാക്കി നിദ്രയിലേക്ക്. വെറുതെ കുരച്ചാൽ മാത്രം പോരാ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മിന്നുവിന് ഒരുപാട് ജോലി ഇനിയും ബാക്കിയുണ്ട്.